കണ്ടില്ലേ? നിങ്ങളിപ്പോൾ കാണുന്നത് അധികാരത്തിൽ വന്ന് വെറും 90 ദിവസങ്ങളായപ്പോഴത്തേക്കും ചിരിക്കാത്ത മുഖ്യമന്ത്രിയെ മാറ്റി ചിരിക്കുന്ന മുഖ്യമന്ത്രിയാക്കിയപ്പോഴത്തേക്കും ജനങ്ങൾ ഒന്നടങ്കം കരയുന്നൊരു കാഴ്ചയാണ്. എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുതലപ്പൊഴി എന്ന് പറയുന്ന സ്ഥലത്ത്, തിരുവനന്തപുരം ജില്ലയിലെ മുതലപ്പൊഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, അല്ലെ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ നാട്ടിലെ പൂക്കികളുടെ സർക്കാർ, അല്ലെ പൂക്കികളുടെ പോലീസ്, അല്ലെങ്കിൽ കോസ്റ്റൽ ഗാർഡോ, അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ ആളുകളോ ഒരു കാര്യങ്ങളും ചെയ്യാതെ മിണ്ടാതെ ചിരിച്ചുകൊണ്ടും മൗനം പാലിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒരു സംഭവത്തിൽ പ്രതികരണവുമായിട്ട് ആ ഒരു കുടുംബത്തിലെ, ആ ഒരു മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഞങ്ങളുടെ കാണാതെ പോയ മകനെ, ഞങ്ങളുടെ കാണാതെ പോയ അച്ഛനെ, ഞങ്ങളുടെ കാണാതെ പോയ ഭർത്താവിനെ അവരെ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ്റെ അച്ഛനും അമ്മയും മകളും മകനും അല്ലെങ്കിൽ ഭാര്യയും എല്ലാവരും പെരുവഴിയിൽ വന്നിരിക്കുന്നൊരു കാഴ്ച. അതിൽ പോലീസുകാരുടെ മൗനവും അതേപോലെ തന്നെ കോസ്റ്റൽ ഗാർഡിൻ്റെയൊക്കെ മൗനവും 8 ദിവസങ്ങളായിട്ടും അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു രീതിയിലുള്ള പ്രിക്കോഷൻസും എടുക്കാതെ, അല്ല ഒരു തയ്യാറെടുപ്പും എടുക്കാതെ ഇരുന്നപ്പോൾ അതിൽ സഹി കെട്ടുകൊണ്ടാണ് ഈ ഒരു കുടുംബം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഇങ്ങനെയായിരുന്നോ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇടതുപക്ഷം ഇവിടെയുള്ള എല്ലാവരെയും കാത്തു സൂക്ഷിച്ചതെന്നും ഇവിടെയുള്ള ആളുകളെയൊക്കെ കരുതിയതെന്നുമൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് പറയുമ്പോൾ പലർക്കും കുരുപൊട്ടുന്നുണ്ടാവാം കേട്ടോ. ഏതവന് കുരുപൊട്ടിയാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ വിമർശിക്കുമെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ ഇത് കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് എന്താണ് പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ആ കാര്യം കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. എന്താണ് വലിയ കനത്ത പ്രതിഷേധത്തിലേക്ക് പോവുകയാണോ? സർക്കാർ പറയുന്നത് വേണ്ട രീതിയിലുള്ള കോസ്റ്റൽ പോലീസ് ഇന്നും നമ്മൾ രാവിലെ മുതലപ്പുഴയിൽ എത്തി വിവരങ്ങൾ ശേഖരിച്ച നമ്മൾ നൽകിയതാണ്. കാരണം കോസ്റ്റൽ പോലീസിന് പരിമിതിയുണ്ട്. അവരുടെ ഒരു പ്രതികരണം അവർ ഔദ്യോഗികമായി നൽകുന്നില്ലെങ്കിൽ പോലും തിരച്ചിലുകളൊക്കെ തന്നെ പാടെ നിർത്തിയ മട്ടാണ് ഇന്ന് രാവിലെ മുതൽ നമുക്ക് മുതലപ്പുഴയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളോ സംവിധാനമോ ഇല്ല. പക്ഷേ ഒരു വിദഗ്ധ സംഘം ഈ മുതലപ്പുഴയിൽ എത്തും, സ്ഥിതിഗതികൾ വിലയിരുത്തും എന്നൊക്കെ തന്നെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരമൊരു കണ്ടില്ലേ, ഇവരെല്ലാവരും മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്, അല്ലെ തകർന്നിരിക്കുകയാണ്. സ്വന്തം ഭർത്താവിനെ അല്ല സ്വന്തം അച്ഛനെ കണ്ടു കിട്ടാതെ, അതിനെപ്പറ്റി ഒരു അറിയിപ്പും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവാതെ ഒരാളും മിണ്ടാതെ ഇരിക്കുന്നൊരു കാഴ്ച. ഇത് പറയുമ്പോൾ റിപ്പോർട്ടർ ചാനലിനെ കളിയാക്കുന്നതും റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നൊരു ചാനലിനെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ട്. റിപ്പോർട്ടർ ചാനൽ ഈ കേരളത്തിലുള്ള പല ആളുകളുടെയും ഇടയിലേക്ക് ചെന്നിട്ട് ഈ ഇല്ലാത്ത കാര്യങ്ങൾ, നുണക്കഥകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു, നുണകൾ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊന്നും ഇവിടെ ഇല്ല, എല്ലാം ഞങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ടെന്നായിരുന്നു പൂക്കികൾ പറഞ്ഞത്. അങ്ങനെ പറയുന്ന പൂക്കികളുടെ പോലീസിൻ്റെ അടുത്ത്, അല്ലെ കോസ്റ്റൽ പോലീസിൻ്റെ അടുത്ത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ജേർണലിസ്റ്റ് എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ചോദിക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കിക്കൊണ്ടൊന്നുമല്ല അദ്ദേഹം സംസാരിക്കുന്നത്. മിണ്ടാതെ നിൽക്കുന്ന കോസ്റ്റൽ പോലീസിനെ നമ്മളിവിടെ കാണുന്നത്. ആ മിണ്ടാതെ നിൽക്കുന്ന അവരുടെ മൗനത്തിൽ തന്നെയുണ്ട് അവരുടെ ജോലിയിൽ അവർക്കില്ലാത്ത ആത്മാർത്ഥതയും ഈ ഒരു മനുഷ്യനെ കണ്ടുപിടിക്കാനായിട്ട് അവർക്കില്ലാത്ത ഒരു ത്വരയും. അതൊക്കെ അവരുടെ ഒരു മുഖത്തും അവരുടെ ഒരു ബോഡി ലാംഗ്വേജിലും അവരുടെയൊക്കെ ഒരു സൈലൻസിലും നമുക്ക് കാണാൻ സാധിക്കും. നല്ല വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടൊന്ന് കണ്ടുവയ്ക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടുന്ന് മാറ്റുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇത് തന്നെയാണോ അവരോടും കാണിക്കുന്നത്? ഒരു ഉത്തരവും കൊടുക്കത്തില്ല ചോദ്യത്തിന്. ഒന്നും പറയാനില്ല സാറിന്, രണ്ടുപേർക്കൊന്നും പറയാനില്ല. സ്മൃതി, നമ്മൾ തത്സമയം കണ്ടതാണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തോട് പോലും പ്രതികരിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥർ. ഈ കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ പാവപ്പെട്ട സ്ത്രീകളുടെ സമരവുമായി
അവിടെ എത്തിയ സ്ത്രീകളുടെ കാര്യം അന്വേഷിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. നമ്മുടെ ചോദ്യത്തിന് മൗനം പാലിക്കുന്നു. ഈ സമരം ചെയ്യുന്ന ഈ സ്ത്രീകളെ മഴയത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ, മാറ്റി നിർത്തുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. ഇവരുടെ പരിശോധനകൾ ഏതുവരെയായെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. ചുരുക്കത്തിൽ ഒരു മറുപടിയും ഇല്ലാതെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് നമ്മുടെ പൂക്കി സതീശൻ്റെ അല്ലെങ്കിൽ പൂക്കി ചെന്നിത്തലയുടെ പോലീസ്. ഒരു രീതിയിലും മറുപടി കൊടുക്കാതെ എന്ത് ചോദിച്ചാലും ഒന്നും അറിയാത്ത പോലെ ചത്ത പോലെ ഇരിക്കാമെന്നൊരു തീരുമാനവുമായിട്ട് വന്ന് അവിടെ നിൽക്കുന്നത്. എന്തൊരവസ്ഥയാണിത്. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങളിൽ പിണറായി വിജയൻ ഈ നാട്ടിലെ ജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും ഒക്കെ സ്വീകരിച്ചിരുന്നതെന്നും സ്നേഹിച്ചിരുന്നതെന്നും ഒക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റും? കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മത്സ്യത്തൊഴിലാളിയുടെ മകൾ രംഗത്തേക്ക് വന്ന് പ്രതികരിച്ചൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി പ്രതികരിച്ചത്. അങ്ങനെ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ 916 കമ്പനിയും ആ പെൺകുട്ടിയുടെ നാക്കിൻ്റെ നീളവും അളക്കാനായിട്ടായി നമ്മുടെ ഈ നാട്ടിലെ സൈബർ പോരാളികളും അടിമ ന്യായീകരണ തൊഴിലാളികളും കുങ്ങികളും ഒക്കെ ശ്രമിച്ചത്. അങ്ങനെ ശ്രമിച്ചിട്ട് പെൺകുട്ടിയുടെ നാക്കിൻ്റെ നീളവും മറ്റുള്ള പലയിടത്തിൻ്റെ നീളമൊക്കെ അന്വേഷിക്കാൻ പോയിട്ട് പിന്നീട് തിരികെ എത്തിയിരിക്കുന്ന പൂക്കികളുടെ കഴിവില്ലായ്മയിലേക്കും പിടിപ്പുകേടിലേക്കും തന്നെയാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവരെ അങ്ങ് കമ്മിയാക്കുക, സംഖ്യയാക്കുക, സുഡാപ്പിയാക്കുക, രാജ്യദ്രോഹിയാക്കുക, കേരളത്തിൽ കൊള്ളാത്ത ആളുകളാക്കുക, അവരെ അങ്ങ് വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് അപവാദങ്ങളും അപരാധങ്ങളും പറഞ്ഞുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക. തങ്ങൾ ചെയ്യുന്നത് തോന്നിവാസമാണെന്നും പിടിപ്പുകേടാണെന്നും കഴിവുകേടാണെന്നും എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും അതിനെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ മുഖ്യമന്ത്രി ചെയ്ത് അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫയലിൻ്റെ കെട്ടൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുന്ന പൂക്കി മുക്കിനെ നമ്മൾ കാണുന്നുണ്ട്. എന്ത് പറഞ്ഞാലും കുറച്ച് ഫയൽ എടുക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു, കെട്ടഴിക്കുന്നു, കെട്ടിടുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് വി.ഡി. സതീശൻ ചെയ്യുന്നത്. ആ കെട്ടഴിക്കാനും കെട്ടിവെക്കാനും മാത്രം കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറിയോ എന്നുള്ള ചോദ്യത്തിൽ വളരെയധികം പ്രസക്തി ഉണ്ടല്ലേ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ആർക്കും തരാനും പറ്റില്ല. അപ്പോൾ ഈ പെൺകുട്ടിയുടെയും അല്ലെ ഈ വീട്ടുകാരുടെയും അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? സ്വന്തം ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും ആ ഒരു കുടുംബം മുഴുവനും ആ പെരുവഴിയിൽ വന്ന് മഴയും നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളടക്കം അവരുടെ കുട്ടികളെല്ലാവരും വന്നിരിക്കുകയാണ് സ്വന്തം അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്. ടൂറ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പോയ അച്ഛനെ കാണാനില്ല. വലിയ മീനെ പിടിക്കാൻ പോയിരിക്കുകയാണെന്ന് ഭാര്യ മക്കളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയത്രേ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ പൂക്കികൾ ചിരിച്ചുകൊണ്ട് മിണ്ടാതെ ഇരിക്കുകയാണ്. കള്ളാടിയിൽ ദുരന്തമുണ്ടായപ്പോഴും വയനാട് ദുരന്തത്തിനെ പറ്റി പറയുമ്പോഴുമൊക്കെയും ഒരു മുഖത്ത് നേരിയ ചിരി മാത്രമാണ് പൂക്കികൾക്കുള്ളത്. എല്ലാത്തിനെയും ഒരു ചെറിയ പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി കാണുന്ന ആളുകൾക്ക് ഇതും ഒരു ചെറിയ സംഭവം തന്നെയായിരിക്കും. വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല. ഇവർക്ക് വലിയ സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവരെ അനുകൂലിക്കുന്ന, ഇവരെ ചേർത്ത് പിടിക്കുന്ന, ഇവർക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയും ഇവരത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമെന്നേ. നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി നമുക്കറിയാം. കേരളത്തിൽ വലിയൊരു വിപത്തുണ്ടാകുമ്പോൾ, കേരളം വലിയൊരു ആപത്തിൽ പെട്ടുകിടക്കുമ്പോൾ അമ്മായിയപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് കറങ്ങാൻ പോയതും കോഫി ഷോപ്പിൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറഞ്ഞു അത് കോഫി ഷോപ്പ് അല്ലാന്ന് പിന്നീട് വന്നു നോക്കി ആയിക്കോട്ടെ, ആണെങ്കിലും പോയിട്ടുണ്ടല്ലോ. ജ്വല്ലറിയുടെ ഇനോഗ്രേഷന് പോയി. അതിനെപ്പറ്റി എന്ത് നിങ്ങൾ പറയും? എന്ത് ന്യായീകരിക്കും? എന്ത് അടിമത്തരം നിങ്ങൾ പറയും? എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ന്യായീകരണം ഒന്നും ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല. കോഫി ഷോപ്പിൻ്റെത് പോയില്ലെങ്കിൽ ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയോ? പിന്നെ അതേപോലെ തന്നെ മറ്റ് പലയിടങ്ങളിലും ഇദ്ദേഹം പോയിട്ടുണ്ടായിരുന്നോ? പിന്നെ ഇദ്ദേഹം പോയത് കോഫി ഷോപ്പിൻ്റെ അല്ല, വലിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി ഒപ്പിടാൻ വേണ്ടിയിട്ടും അല്ല അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു പോയിരുന്നത് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് വലിയ ഡീൽ ഉണ്ടാക്കി കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ നിങ്ങൾ മെഴുകിയായിരുന്നല്ലോ. ഇതിനെ ആ കൂട്ടത്തിൽ കൂട്ടേണ്ടി വരും ആയിരിക്കും അല്ലേ? എന്തായാലും ആരെ കാണാനാണ് പോയത്, എന്തിനാണ് കാണാൻ പോയതെന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. അത് പറയാനായിട്ട് മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കോ സാധിക്കുന്നില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു യാത്ര എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ പല കേസുകളുമായിട്ടൊക്കെ ഇവരിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നുണ്ടെന്നേ. എന്തുണ്ടായാലും എന്ത് പറഞ്ഞാലും അതിനെയെല്ലാം മറ്റുള്ള കഥകളിൽ കൂടി മറ്റുള്ള കാര്യങ്ങളിൽ കൂടിയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് മെഴുകിക്കൊണ്ട് പല അർദ്ധതലങ്ങളിൽ കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന നമ്മളുടെ പൂക്കികളുടെ ഒരു പൂക്കി വിസ്മയം നമ്മൾ വീണ്ടും കാണുകയാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ നെറുകെട്ട രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുതായിരുന്നു നിങ്ങൾ അധികാരത്തിൽ വരേണ്ടത്. ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ചിരിക്കാത്ത മുഖ്യമന്ത്രിയെ മാറ്റി ചിരിക്കുന്നൊരു മുഖ്യമന്ത്രിക്ക് വോട്ട് ചെയ്തത് അവരുടെ ചോറിൽ മണ്ണ് വാരിയിടാനോ അവരുടെ വായിൽ മണ്ണ് വാരിയിടാനോ വേണ്ടിയിട്ടല്ല. അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, വികസന മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങൾ അധികാരത്തിൽ വന്നത് ഈ ഇടതുപക്ഷത്തിനോടുള്ള വീറും വാശിയും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും വോട്ട് കിട്ടി, ജനങ്ങളുടെ വോട്ട് കിട്ടി ജയിച്ചൊരു സർക്കാരായിരുന്നെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് ഈ രീതിയിൽ പെരുമാറില്ലായിരുന്നു. നിങ്ങൾക്ക് EVM തട്ടിപ്പിൽ കൂടിയും RSS തന്ന വോട്ടും ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇത്രയും വെറുപ്പും അറപ്പും ഒക്കെ. അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കണമല്ലോ. അത് തന്നെയായിരിക്കും ചിലപ്പോൾ സത്യവും കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് ഇത്രയും നെറുകെട്ട, ഇത്രയും ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഹീനമായിട്ടുള്ള പ്രവൃത്തി ചെയ്യില്ല. സ്ത്രീകൾക്ക് വേണ്ടി അധികാരത്തിൽ വന്ന സ്ത്രീപക്ഷ സർക്കാരാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുമ്പോൾ നിങ്ങൾ ഏത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് നിങ്ങൾ തന്നെ ഒന്ന് പറയണം.
ഇന്ദിര എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച ഒരു സ്ത്രീയെ, അല്ലെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നൊരു മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ കളിയാക്കുന്നതിലൊരു പരിധിയൊക്കെ ഇല്ലേ? നിങ്ങൾ അവരെയും കളിയാക്കിക്കൊണ്ട് അവരുടെ പേരിൽ പല പദ്ധതികളും കൊണ്ടുവരുന്നു, എന്നിട്ട് അത് പിന്നീട് മാറ്റി പറയുന്നു. ഇതൊരു വൃത്തികെട്ട പരിപാടിയൊക്കെ അണ്ണന്മാരെ കാണിക്കുന്നത്.